ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു എൻക്വയറിയാണ് ഇക്കോ ഫ്രണ്ട്ലി പ്രോജക്ട്സിൻ്റെ. അപ്പം നമ്മൾ കൂടുതലും ചെയ്യാറുള്ളത് വില്ല പ്രോജക്ട്സ് ആണ്. അപ്പോൾ നമ്മൾ ഇടുന്ന വില്ല പ്രോജക്ട്സ് നോക്കുമ്പോൾ ഇക്കോ ഫ്രണ്ട്ലി പ്രോജക്ട്സ് വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു കൊച്ചിയിലെ എല്ലാ മേജർ ഇക്കോ ഫ്രണ്ട്ലി പ്രോജക്ട്സും നമ്മൾ കാണിച്ചിട്ടുണ്ട്. അത് ഭൂരിഭാഗം എല്ലാ പ്രോജക്ട്സും കംപ്ലീറ്റ്ലി സോൾഡ് ഔട്ടുമാണ്. അപ്പോൾ എനിക്കതിൽ വളരെ പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു പ്രോജക്റ്റാണ് പ്രകൃതി ആവാസ് എന്ന് പറഞ്ഞ പ്രോജക്റ്റ്. മിക്ക ആളുകൾക്കും അറിയാവുന്നൊരു പ്രോജക്റ്റ് ആയിരിക്കും അത്. ഈ ഒരു പ്രോജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അത്രയും മനോഹരമായിട്ടുള്ളൊരു പ്രീമിയം ഇക്കോ ഫ്രണ്ട്ലി കമ്മ്യൂണിറ്റിയാണത്. അപ്പോൾ ഇത് പ്രകൃതി ആർക്കിടെക്ട്സ് ആൻഡ് ബിൽഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പിൻ്റെയാണ് ഈ പ്രകൃതി ആവാസ് എന്ന് പറഞ്ഞ പ്രോജക്റ്റ്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പ്രോജക്റ്റിൽ നമുക്കൊന്നും സെയിലിനില്ല, കംപ്ലീറ്റ്ലി പ്രോജക്റ്റ് സോൾഡ് ഔട്ട് ആണ്. പക്ഷെ ഞാനത് പറയാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ വെരി ഇനീഷ്യൽ സ്റ്റേജ് തൊട്ട് നമ്മൾ ഈ ഒരു പ്രോജക്റ്റിൽ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ നമ്മുടെ കസ്റ്റമേഴ്സ് താമസിക്കുന്ന ഒരു പ്രോജക്റ്റാണ് പ്രകൃതി ആവാസ് എന്ന് പറഞ്ഞ ഒരു പ്രോജക്റ്റ്. അപ്പോൾ ഇത് നമുക്ക് നിങ്ങളെ ഒന്ന് കാണിക്കുന്നു തോന്നി, ഇതിൻ്റെ ഒരു എന്താ പറയുക എൻഡ് പ്രോഡക്റ്റ് എങ്ങനെയാണ് വന്നിരിക്കണേന്നുള്ളത്. കാരണം നമ്മുടെ വ്ളോഗ്സിൽ പല സമയത്തായിട്ട് ഇതിൻ്റെ പല സ്റ്റേജസും നമ്മൾ കാണിച്ചിട്ടുണ്ട്. വെരി ഏർലി സ്റ്റേജ്, അതുപോലെ ഒന്ന് പകുതി ആയപ്പം, കുറച്ച് ഫിനിഷിങ്ങിൻ്റെ മുൻപായിട്ടൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പ്രോജക്റ്റാണ് പ്രകൃതി ആവാസ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഒത്തിരി വില്ല പ്രോജക്ട്സ് മാർക്കറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഇക്കോ ഫ്രണ്ട്ലി പ്രോജക്ട്സിനോട് ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി. അപ്പോൾ ഇത് നമ്മൾ കാണിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെയും കൂടി ഒരു ക്രെഡിബിലിറ്റിയാണ്. കാരണം നമ്മൾ ഇനീഷ്യലി പറഞ്ഞത് എന്താണോ അത് വളരെ മനോഹരമായിട്ട് ആ ബിൽഡർ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മളിതിൻ്റെ റീൽസൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇടാറുണ്ട്. അപ്പം നമുക്ക് വരുന്ന എൻക്വയറീസ് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അത്രയും ആൾക്കാർ ഇങ്ങനത്തെ ഇക്കോ ഫ്രണ്ട്ലി പ്രോജക്ട്സ് ഇവിടെ കൊച്ചിയിൽ നോക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് ഞാൻ പറഞ്ഞല്ലോ നമുക്കിത് കംപ്ലീറ്റ്ലി സോൾഡ് ഔട്ട് ആണ്. ഇതിലൊന്നും തന്നെ നമുക്ക് അവൈലബിലിറ്റി ഇല്ല. ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഒരു ഫിനിഷിങ് എങ്ങനെയാണ് നിങ്ങളെ കാണിക്കുക. അതുപോലെ തന്നെ പ്രകൃതി ആർക്കിടെക്ട്സ് ആൻഡ് ബിൽഡേഴ്സിൻ്റെ പുതിയൊരു പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതൊന്ന് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇത് രണ്ടുമാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു വ്ളോഗിൽ ഉദ്ദേശിക്കുന്നത്. നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വ്ളോഗ് ഒരു 2-3 ആഴ്ചയ്ക്ക് മുമ്പ് ചെയ്തിരുന്നു. അപ്പോൾ ഈ പ്രകൃതി ആർക്കിടെക്ട്സ് ആൻഡ് ബിൽഡേഴ്സിൻ്റെ ഡയറക്ടേഴ്സ് ആയിട്ടുള്ള റിയ, റിച്ചി അവരിരുന്നിട്ട് വളരെ നല്ല രീതിയിൽ ഇതിനെക്കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. പക്ഷേ നമുക്ക് ഈ ഒരു വ്ളോഗ് ഞാൻ ചെയ്യാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ എൻ്റെ ഒരു വ്യൂ പോയിൻറ്റ്സ് നിങ്ങളെ ഒന്ന് കാണിക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ നമ്മുടെ ഈ ഒരു പ്രകൃതി ആവാസ് എന്ന് പറഞ്ഞ പ്രോജക്റ്റ് അത് വളരെ സക്സസ്ഫുള്ളി ആ ബിൽഡർ ഫിനിഷ് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നി എൻ്റെ ഒരു വ്യൂവേഴ്സിനെ കാണിക്കണം എന്നുള്ളത്. അപ്പോൾ ആവാസിനെ കുറിച്ച് ഞാൻ പെട്ടെന്ന് പറയാം. അതായത് ആവാസ് എന്ന് പറയുന്നത് നമ്മുടെ കളക്ട്രേറ്റിൻ്റെ വളരെ അടുത്തുള്ളൊരു പ്രൊജക്റ്റ് ആയിരുന്നു. 2 ഏക്കറിൽ 20 വില്ലകൾ വരുന്ന ഒരു പ്രീമിയം ഇക്കോ ഫ്രണ്ട്ലി കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ നടുക്ക് നമ്മൾ ക്ലബ് ഹൗസും അമ്യൂണിറ്റീസ് എല്ലാം കൊടുത്തിട്ട് എല്ലാ വില്ലകളും ആ ഒരു ക്ലബ് ഹൗസിലേക്ക് നോക്കുന്ന രീതിയിൽ, ആ ക്ലബ് ഹൗസ് വ്യൂ വരുന്ന രീതിയിലായിരുന്നു ആ ഒരു പ്രോജക്റ്റ് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ അത് പറഞ്ഞതിനേക്കാളും ഭയങ്കര മനോഹരമായിട്ടാണ് ആ ഒരു പ്രോജക്റ്റ് ആക്ച്വലി ആ ബിൽഡർ ഫിനിഷ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ പ്രോപ്പർ സിറ്റിക്ക് അകത്ത് ഒരു ഗ്രാമീണ അന്തരീക്ഷം കൊണ്ടുവരാനായിട്ട് ആ ബിൽഡർക്ക് പറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അവരൊരു ഇക്കോ സിസ്റ്റം ആ കറക്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പ്രകൃതി ആവാസ് എന്ന് പറഞ്ഞ പ്രോജക്റ്റിലൂടെ. അപ്പോൾ അത് നമുക്കൊരു 2600 തൊട്ട് ഒരു 3200 സ്ക്വയർ ഫീറ്റ് വരുന്ന വില്ലകളായിരുന്നു. അത് നമ്മളതിൻ്റെ ഒരു ഡിസൈൻ പാർട്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ പക്ക ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വില്ല പ്രോജക്റ്റ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസും പ്യുവർലി എന്താണോ നാച്ചുറൽ എലമെൻറ്റ്സ് അതുപോലെ തന്നെയാണ് അവർ ആ ഒരു പ്രോജക്റ്റിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ലാൻഡ്സ്കേപ്പിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു ബിൽഡറാണ് ഈ പ്രകൃതി ആർക്കിടെക്ട്സ് ആൻഡ് ബിൽഡേഴ്സ് എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ ഈ നമ്മൾ ഈ പ്രകൃതി ആവാസ് എന്ന് പറഞ്ഞ ഒരു പ്രോജക്റ്റ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അത്ര ഭംഗിയുള്ളൊരു ഇക്കോ സിസ്റ്റം അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആ ബിൽഡർക്ക് പറ്റിയിട്ടുണ്ടെന്ന്. അത് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത്ര രസമാണ് ആ പ്രോജക്റ്റിലേക്ക് കയറുമ്പോൾ. അത് നമ്മൾ ശരിക്കും ഒരു മിനി ഫോറസ്റ്റിലേക്കൊക്കെ കയറുന്ന ഒരു ഫീലാണ് നമ്മൾ ആ ഒരു പ്രോജക്റ്റിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ റെഡ് ബ്രിക്ക് കൺസ്ട്രക്ഷൻ, പിന്നെ കാരേക്കുടി പില്ലേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ കരിങ്കല്ല് കൊണ്ടുള്ള വാളുകൾ, ഇതൊക്കെയാണ് നമ്മൾ ആ പ്രകൃതി ആവാസ് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റിൽ ചെയ്തിരുന്നത്. ഇതിൻ്റെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് വില്ല കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 3 CR ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇനീഷ്യൽ ടൈമിൽ നമ്മൾ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്കറിയാം അന്ന് ബുക്ക് ചെയ്ത ആ കസ്റ്റമേഴ്സിന് ഏറ്റവും ബെസ്റ്റ് പ്രൈസാണ് ആ ബിൽഡർക്ക് കൊടുക്കാനായിട്ട്. അത്രയും അപ്രിസിയേഷൻ ആ ഒരു പ്രോജക്റ്റിൽ ആക്ച്വലി കിട്ടിയിട്ടുണ്ട്. അപ്പം അത്ര മനോഹരമായിട്ടുള്ളൊരു പ്രോജക്റ്റായിരുന്നു പ്രകൃതി ആവാസം. അപ്പോൾ അത് നമുക്ക് കംപ്ലീറ്റ്ലി സോൾഡ് ഔട്ടായി. അപ്പോൾ അതിൻ്റെ വ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഇവർ തന്നെ ഈ സെയിം ഗ്രൂപ്പ്, അതായത് പ്രകൃതി ആർക്കിടെക്ട്സ് ആൻഡ് ബിൽഡേഴ്സ് എന്ന് പറഞ്ഞ ഈ സെയിം ഗ്രൂപ്പ് പുതിയൊരു പ്രോജക്റ്റ് കാക്കനാട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേര് പ്രകൃതി സത്വ എന്നാണ്. അപ്പോൾ അതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ
അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടെ കവർ ചെയ്യാം. പ്രകൃതി സത്വയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് എഗെയിൻ നമുക്ക് വളരെ ആക്സസബിൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ് പ്രകൃതി സത്വ ഇരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഇൻഫോ പാർക്ക് ഫേസ് 2ൻ്റെ വളരെ അടുത്ത് വരുന്ന ഒരു വില്ല പ്രോജക്റ്റാണിത്. അപ്പോൾ ഇതിൻ്റെ അടുത്താണ് നമുക്ക് മേജർ സ്കൂൾസ് ആയിട്ടുള്ള സംസ്കാര, ജെംസ് അതെല്ലാം വരുന്നത്. അതുപോലെ നമ്മുടെ ഇപ്പോൾ മെട്രോ സ്റ്റേഷൻ അവിടെ നിന്നൊക്കെ നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു 5 to 7 minutes നമുക്ക് ഈ പറഞ്ഞ പ്രോജക്റ്റിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. ടോട്ടൽ ലാൻഡ് ഏരിയ എന്ന് പറയുന്നത് 1 acre 75 സെൻറ്റാണ്. അതിൽ നമുക്ക് 20 വില്ലകളാണ് വരുന്നത്. 2700 സ്ക്വയർ ഫീറ്റ് തൊട്ട് 3400 സ്ക്വയർ ഫീറ്റ് വരെയുള്ള വില്ലകളുണ്ട്. ഇതിൽ നമുക്ക് 3 BHK ഉണ്ട്, 4 BHK ഉണ്ട്. പക്ഷേ 4 BHK ആണ് നമുക്ക് കൂടുതലും വരുന്നത്. 4 BHK വിത്ത് മെയ്ഡ് റൂം എന്ന് പറഞ്ഞ ഒരു പ്ലാനാണ് വരുന്നത്. 3 BHKയുടെ കൂടി നമുക്ക് മെയ്ഡ് റൂം വരുന്നുണ്ട്. ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാ പ്ലാനും ഫൈനലൈസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറിയ രീതിയിലുള്ള കസ്റ്റമൈസേഷൻ ആയിരിക്കും നമുക്കിപ്പോൾ പോസിബിൾ ആയിട്ട് ഉണ്ടായിരിക്കുള്ളൂ. ഇതിനൊരു ഹൈലൈറ്റ് ആയിട്ട് ഞാൻ കണ്ടത് 20 വില്ലകളാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ 20 പ്ലോട്ടിൽ 20 പ്ലാനുകളാണ് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പം വില്ല നമ്പർ 1 പോലത്തെ ഒരു പ്ലാൻ അതിൽ വേറെ ഒരു വില്ലയ്ക്കും ഉണ്ടാവില്ല. ഒറ്റ പ്ലാനും റിപ്പീറ്റ് ചെയ്യുന്നില്ല. എല്ലാ പ്ലാനുകളും ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ലാൻഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഒരു ടെറൈൻ ആയിട്ടുള്ള ലാൻഡാണ്, പല ലെവൽസ് ഉള്ള ലാൻഡാണ്. അപ്പോൾ ഇവരെന്താ ചെയ്തിരിക്കണമെന്ന് പറഞ്ഞാൽ ആ ഒരു ടെറൈൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 4 ടൈപ്പ് വില്ലകൾ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ സത്വ എന്ന് പറഞ്ഞ പ്രോജക്റ്റിൽ 4 ടൈപ്പ് വില്ലകളുണ്ട്. ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് കോർട്ട്യാർഡ് വില്ലാസ് ആണ്. രണ്ടാമത്തെ കോർണർ വില്ലാസ്. മൂന്നാമത്തേന്ന് പറയുന്നത് ബാക്ക് യാർഡ് വില്ലാസ് ആണ്. 4ാമത്തെ ടിയേർഡ് വില്ലാസ്. മിക്ക വില്ലകളുടെയും നമ്മൾ പാർക്കിംഗ് കൊടുത്തിരിക്കുന്നത് ബേസ്മെൻ്റ് ആണ്. അപ്പോൾ അതിലൂടെ എന്താ ബിൽഡർ ശ്രമിക്കണമെന്ന് പറഞ്ഞാൽ ആ വീടിൻ്റെ എലിവേഷൻ നല്ല ഭംഗിയായിട്ട് നീറ്റായിട്ട് എപ്പോഴും ഇരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ നമ്മളൊരു ബേസ്മെൻറ്റ് പാർക്കിംഗ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. അതായത് ആ ഒരു പ്രകൃതി അല്ലെങ്കിൽ ആ ഒരു ഭൂമി എങ്ങനെയാണോ അത് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്ര ടൈപ്പുകൾ ഈ ഒരു ബിൽഡർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോജക്റ്റിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് നോക്കി. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞു ഒരു പ്രീമിയം ഇക്കോ ഫ്രണ്ട്ലി വില്ല പ്രോജക്റ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 2.40 CR ഓൺവേർഡ്സ് ആണ്. പക്ഷേ നമ്മൾ പ്രകൃതി ആവാസം നമ്മൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്കറിയാം ഇതിൻ്റെ ഒരു ഫിനിഷിംഗ് ടൈമിലൊക്കെ നല്ല രീതിയിലുള്ളൊരു അപ്രീസിയേഷൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു പ്രോജക്റ്റാണ് പ്രകൃതി സത്വ. ഒന്ന് അതിൻ്റെ ലൊക്കേഷൻ അഡ്വാൻറ്റേജ്. പിന്നെ ഓൾറെഡി പ്രകൃതി ആവാസ് കാണുന്ന ഒരാൾക്ക് അറിയാം എങ്ങനെയായിരിക്കും ആ ബിൽഡർ പ്രകൃതി സത്വ ഫിനിഷ് ചെയ്യാൻ. എനിക്ക് തോന്നുന്നു അതിലും ഭംഗിയായിട്ട് ഫിനിഷ് ചെയ്യാനാണ് അവർ ആക്ച്വലി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ പോലെ തന്നെ ആ ഒരു ഇക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യാനാണ് അവരിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു നമ്മൾ സ്പെക്കിലേക്ക് വരാണെങ്കിൽ അഗെയിൻ റെഡ് ബ്രിക്ക് കൺസ്ട്രക്ഷൻ ആണ് വരുന്നത്. കാരേക്കുടി പില്ലേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വളരെ റിച്ച് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പിംഗ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ യൂസ് ചെയ്യുന്ന വുഡ് എല്ലാം നമുക്ക് ടീക്ക് വുഡാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ പ്ലാനിലൊക്കെ ചില മേജർ ഏരിയാസിലൊക്കെ ആത്തക്കുടി ടൈൽസ് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു പ്രോജക്റ്റിൻ്റെ വാൾസൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതലും കരിങ്കല്ല് അതുപോലെ തന്നെ ചെങ്കല്ല് ഇതിൻ്റെ മിക്സ് ആയിട്ടുള്ള വാൾസാണ്. മൊത്തം പ്രൊജക്റ്റിൻ്റെ കോമ്പൗണ്ട് വാളുകളും അതുപോലെ തന്നെ വില്ലയുടെ കോമ്പൗണ്ട് വാളുകളും. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ആ ഒരു പ്രകൃതി ആ ഒരു ആർക്കിടെക്ചർ ബിൽഡേഴ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ മാത്രമാണ് ഞാൻ അങ്ങനത്തെ വാളുകളൊക്കെ കൂടുതലും കണ്ടിരിക്കുന്നത്. അതായത് ഒരു പ്രോഡക്റ്റ് അത് നാച്ചുറലി എങ്ങനെ ഇരിക്കുന്നു അതുപോലെ തന്നെ യൂസ് ചെയ്യാന്നുള്ളതാണ് അവർ മെയിനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളുടെ വാട്ടർ സോഴ്സ് എന്ന് പറയുന്നത് മെയിനായിട്ട് വെൽ വാട്ടർ ആണ് വരുന്നത്. പിന്നെ KWA കണക്ഷൻ ഉണ്ട്. കേബിളിംഗ് എല്ലാം നമുക്ക് UG കേബിളിംഗ് ആണ് വരുന്നത്. പിന്നെ എൻട്രൻസ് ആ റോഡ് എന്ന് പറയുന്നത് 7 മീറ്റർ വൈഡ് റോഡാണ്. ഇന്റേണൽ റോഡുകളെല്ലാം നമുക്ക് 5 മീറ്റർ വൈഡ് ആണ് വരുന്നത്. ഇനി നമ്മൾ ഈ ഒരു പ്രോജക്റ്റിൻ്റെ അമ്യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗെയിൻ ആ ഒരു പ്രീമിയം കമ്മ്യൂണിറ്റിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ അമ്യൂണിറ്റീസും ഉണ്ട്. നമ്മൾ 2 സ്റ്റോറീഡ് ആയിട്ടുള്ള ക്ലബ് ഹൗസ് വരുന്നുണ്ട്, AC ജിം വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇൻഡോർ ഗെയിംസ്, പൂള്, ഔട്ട്ഡോർ ബാഡ്മിൻ്റൺ കോർട്ട്, ആംഫി തിയേറ്റർ, വാക്ക് വേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ CCTV ക്യാമറ എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തു കൊണ്ടൊരു അമ്യൂണിറ്റി എന്ന് പറയുന്നത് കോമൺ ഏരിയ ഫുള്ള് നമ്മൾ സോളാർ പവേർഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിതിൽ മെയിനായിട്ട് പറയാനുള്ളതെന്ന് പറയുന്നത് ഞാൻ ഇനീഷ്യലി പറഞ്ഞ പോലെ ഇവരുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് റിച്ച് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പിംഗ് ആണ്. അത് മൊത്തം പ്രൊജക്റ്റിനും അതുപോലെ തന്നെ ഓരോ ഇൻഡിവിജ്വൽ വീടിനും ഇവർ അത്രയും റിച്ച് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പിംഗ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതൊക്കെയാണ് ഇവരുടെ മേജർ ആയിട്ടുള്ള ഒരു അമ്യൂണിറ്റീസ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രോജക്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് 60% ആക്ച്വലി സോൾഡ് ഔട്ട് ആണ്. കാരണം ഞാൻ പറഞ്ഞിരുന്ന ഒരു 2-3 ആഴ്ച മുമ്പ് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വ്ളോഗ് റിലീസ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് നല്ലൊരു അപ്രീസിയേഷൻ കിട്ടിയ ഒരു വ്ളോഗാണിത്. കാരണം ആ ഒരു കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ കണ്ട് ഒത്തിരി പേര് നമ്മൾ വിളിച്ച് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വ്ളോഗും കൂടെ ആക്ച്വലി ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു പ്രൈസൊക്കെ ഞാൻ പറഞ്ഞിരുന്നു 2.40 CR ആണ്. അപ്പോൾ അതെന്നൊക്കെ പറയുന്നത് നമുക്കൊരു ഓണം വരെയൊക്കെയുള്ളൊരു ഓഫറും കാര്യങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കലി പ്രൈസ് ഹൈക്ക് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് എന്തായാലും ഒരു പ്രോജക്റ്റ് ഫിനിഷ് ചെയ്യുന്ന സമയത്ത്
സമയത്ത് അത്രയും അപ്രീസിയേഷൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു പ്രൊജക്റ്റാണ് പ്രകൃതി സത്വ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ലീഗൽ നമ്മൾ നോക്കുകയാണെങ്കിൽ റെറ അപ്രൂവ്ഡ് ആണ്, എല്ലാ ലീഡിങ് ബാങ്കും അപ്രൂവ്ഡ് ആണ്. ഇപ്പോൾ സൈറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വർക്കും കാര്യങ്ങളൊക്കെ നല്ല ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു പ്രോജക്റ്റിൻ്റെ ബുക്കിംഗ് അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാനായിട്ട് നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ഒരു നമ്പറിൽ തന്നെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.